പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലാണെങ്കിൽ ഈ താലിബാനെ അനുകൂലിക്കുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനുണ്ട്. ഇനി POK നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നുള്ള ചില തീവ്രവാദ സംഘടനകളുണ്ട്. ആകെ പാകിസ്ഥാൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് പഞ്ചാബ് മേഖലയാണ്. പഞ്ചാബിൽ നിന്നുള്ള ഭരണക്കാർ, രാഷ്ട്രീയക്കാർ, സൈനിക മേധാവികൾ ഇതൊക്കെ തന്നെയാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ സിന്ധിൽ കലാപം ഉണ്ടായപ്പോൾ പോലും പഞ്ചാബ് ആശ്വാസം നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ പഞ്ചാബും പാക് ഭരണകൂടത്തിനെതിരെ തിരിയുന്നു. എന്തായിരിക്കും ആ നീക്കത്തിന് പിന്നിൽ? അതായത് പാകിസ്ഥാൻ്റെ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഉള്ളു മുഴുവൻ ഇങ്ങനെ പുകയല്ല കത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്ഫോടകാത്മകമായ രീതി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പഞ്ചാബിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ്റെ മറ്റ് പ്രവിശ്യകളെ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ഈ സകല ഭരണാധിപന്മാരും പട്ടാള മേധാവികളും എല്ലാം ഈ പഞ്ചാബുകാരാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് സിന്ധിൽ പോലും പ്രശ്നമുണ്ടായി. കാരണം സിന്ധു നദിയിൽ നിന്നൊരു ചെറിയൊരു കനാൽ പഞ്ചാബിലേക്ക് കൊണ്ടുവരാനുള്ള അതിപ്പോൾ പ്രക്ഷോഭത്തിലൊന്നും അവർ തടഞ്ഞു. അതെ, അപ്പോൾ എല്ലാം പഞ്ചാബിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ പഞ്ചാബിലെ അടിസ്ഥാന അവിടെ ബേസ് ചെയ്തുണ്ടായ ഒരു സംഗതിയാണ് TLK, തെഹൽക്കെ ലബായിക്, TLP, തെഹൽക്കെ ലബായിക് പാകിസ്ഥാൻ. ഇത് തീവ്ര മത സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതായത് ഈ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 80% അല്ലെങ്കിൽ 65-70% വരുന്ന മുസ്ലിം ഭൂരിപക്ഷം ബറേവലി സുന്നീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ TLP-കാരെന്ന്. അതിനകത്തൊരു നല്ല ഭൂരിഭാഗവും ഈ TLP പ്രസ്ഥാനത്തിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർ പ്രക്ഷോഭം അഴിച്ചുവിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു ഹുസൈൻ റസ്വി എന്ന് പറഞ്ഞ കക്ഷിയാണത് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം 54 വയസ്സായപ്പോഴത്തെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സാണ് പിന്നെ അതിന് നേതൃത്വം ഏറ്റെടുക്കുന്നത്. അവരിപ്പോൾ ഒളിവിലാണ്. അപ്പോൾ അവർ ഈ കഴിഞ്ഞ 10-ാം തീയതി മുതൽ, അതായത് ഒക്ടോബർ 10-ന് അന്നാണ് അവർ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയോട് ചേർന്ന് നിന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അമേരിക്കയോട് ചേർന്ന് നിന്ന് ഗാസയിലെ അല്ലെങ്കിൽ പാലസ്തീനികളെ പാകിസ്ഥാൻ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ ഇവർ തിരിഞ്ഞത്. അത് വൻ പ്രക്ഷോഭമായി മാറി. അങ്ങനെ ഒരു ഇസ്ലാമാബാദിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചു. ഇപ്പോഴും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഇസ്ലാമാബാദിലേക്കുള്ള ഹൈവേകളെല്ലാം അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അന്ന് ലാഹോറിലുണ്ടായ വെടിവെപ്പിൽ തന്നെ 12 പേര് മരിച്ചു, ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റി. അതേപോലെ റാവൽപിണ്ടിയിലും ഇതേ സംഭവം ഉണ്ടായി. ഇതിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വ്യാപിച്ച് പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും ഈ ബറേവലി സുന്നീസ് ഉണ്ട് അവിടെ. അപ്പോൾ അവർ ഈ TLP അംഗങ്ങൾ വൻ പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് അമേരിക്കൻ എംബസിക്കെതിരെയാണ് ഇവർ നീങ്ങുന്നത്. അപ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പോലീസ് ഇത് ചെയ്യുന്നത്. ഏതാണ്ട് ഈ കഴിഞ്ഞ ദിവസം കിട്ടിയ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏതാണ്ട് 200ഓളം പേര് പോലീസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് TLP-യുടെ അംഗങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 200ഓളം പാകിസ്ഥാൻ, അതായത് പാകിസ്ഥാൻ ഇപ്പോൾ അവർ പറയുന്ന മുദ്രാവാക്യം നമ്മുടെ മുഖ്യ ശത്രു നമ്മുടെ നാട്ടുകാർ തന്നെ എന്ന് പറയുന്നത്, നമ്മുടെ ഭരണകൂടം തന്നെ എന്ന് പറഞ്ഞാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അത് ഒടുങ്ങിയിട്ടില്ല. ഇതിനോട് സമാനമായിട്ടാണ് അഫ്ഗാനുമായിട്ടുള്ള അടി വരുന്നത്. അപ്പോൾ ഇന്നലെ പാകിസ്ഥാൻ അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു അഫ്ഗാനിസ്ഥാന്. ക്വറ്റയിൽ നിന്നുള്ള, അതായത് ബലൂചിസ്ഥാൻ്റെ ക്യാപിറ്റലായ ക്വറ്റയിൽ നിന്നുള്ള സകല അഫ്ഗാൻകാരും മടങ്ങിപ്പോകണം എന്നുള്ള സാധനം, കൂട്ടപ്പലായനം നടത്തണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് TTP അവിടെ അത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനാണ്. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ, അത് പാകിസ്ഥാൻ. അതുപോലെ തന്നെ TTP-യുടെ ആൾക്കാരെ ഹോസ്റ്റ് ചെയ്യുന്നതും അഫ്ഗാനാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അഫ്ഗാൻ നിലനിൽക്കുന്നത്. ഇതിന്റെ പ്രധാന ഈ ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്ന സാങ്കല്പിക രേഖയാണ്. ഈ ഡ്യൂറൻ ലൈനിൽ മേഖല പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇപ്പൊ പാകിസ്ഥാൻ പറയുന്നത് 250 ദശലക്ഷം വരുന്ന പാകിസ്ഥാനികൾക്കുള്ള വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പ്രകൃതി സമ്പത്ത് വിഭവങ്ങൾ ഞങ്ങൾക്കുള്ള, നിങ്ങൾക്ക് സ്വന്തം രാജ്യമുണ്ട് അഫ്ഗാനിസ്ഥാൻ, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ഇപ്പൊ നിർബന്ധിതമായിട്ട് അങ്ങോട്ട് പോയാൽ ഈ താലിബാനെ അനുകൂലിക്കുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ത് ചെയ്യുമെന്ന് അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഒരു കലാപ സമാന സാധ്യമല്ല. അതുകൊണ്ടാണ് ഇപ്പം TTP-യുടെ മുകളിലേക്ക് ഒരു ബോംബ് നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഖൈബർ പഖ്തൂൺഖ്വയിലുള്ള ജനങ്ങളെയും ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വിദേശികളെ പോലെയാണ് പെരുമാറുന്നത്. അപ്പം ഖൈബർ പഖ്തൂൺഖ്വയിൽ വിഷയമായിരിക്കുന്നു.
അവിടെ പിന്നെ അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലേക്ക് ഒരു കിടക്കാൻ പറ്റത്തില്ല. അതെ അതെ, ആർമിക്ക് അങ്ങോട്ട് എത്താൻ പറ്റത്തില്ല. ഈ ബലൂചിസ്ഥാനിലും ഇവർ യഥേഷ്ടമുണ്ട്. ഇപ്പൊ കൊറ്റ എന്ന് പറഞ്ഞ ബലൂചിസ്ഥാന്റെ ക്യാപിറ്റല്, കൊറ്റ എന്ന് പറഞ്ഞത് ഈ പാകിസ്ഥാന്റെ ഭാഷയും പ്രകാരം ഈ TTPയുടെ ഒരു വലിയൊരു താവളമാണെന്നാണ് പറയുന്നത്. അങ്ങോട്ട് കടന്നു കയറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് എവിടെ നിന്നൊക്കെ ആക്രമണം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യയുടെ പ്രോക്സിയായിട്ട് അഫ്ഗാനിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ഇന്ത്യയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു നെറേറ്റീവ് ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു വിഷയം. അതോടൊപ്പം തന്നെ ഇപ്പം POK, അതായത് POK പാക് അധീന കാശ്മീരിൽ അവിടെയും കലാപമാണ്. അപ്പോൾ അവരും ഏകദേശം സ്വാതന്ത്ര്യം വേണം എന്നുള്ളൊരു നിലയിലേക്കാണ് അവരുടെ മുന്നേറ്റം നടക്കുന്നത്. ഇതിനിടയ്ക്ക് സിന്ധിലും പ്രശ്നമുണ്ടായി. അപ്പോൾ സിന്ധിൽ, അതായത് മുഴുവൻ പ്രവിശ്യകളിലും അവർ ഏതാണ്ടൊരു തങ്ങൾക്ക് പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് സ്വതന്ത്രമാകണം എന്നുള്ള ഒരു തലത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത്. ഏറ്റവും ഭദ്രമായിരുന്നത് ഈ പഞ്ചാബായിരുന്നു. ആ പഞ്ചാബിൽ ഇപ്പം ഇസ്രയേൽ പാകിസ്ഥാൻ നയത്തോട് ഇസ്രയേൽ അമേരിക്കൻ അതിനോട് നയങ്ങളോട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോട് പാകിസ്ഥാൻ അവർക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ TLP ഇപ്പോൾ നടത്തുന്നത്. ജനങ്ങളെതിരായി. അപ്പൊ ജനങ്ങൾ ഒരു ഭാഗത്ത് എതിരാവുന്നു. അതേപോലെ ഇമ്രാന്റെ പാർട്ടി അവരെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇമ്രാന്റെ പാർട്ടി ഇപ്പൊ യഥാർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇതായിട്ട് കാണുന്നത്, കാരണം പാകിസ്ഥാൻ ഭരണകൂടത്തിനും മുനീറിനും യാതൊരു ജനങ്ങളുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ലാത്ത, ഒരു സ്വാധീനവുമില്ലാത്ത അവസ്ഥ, നിയന്ത്രണത്തെക്കാൾ ഉപരി സ്വാധീനവുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഇത് മറച്ചു പിടിക്കാനാണ് കഴിഞ്ഞ ദിവസം മുനീർ പണ്ട് നടത്തിയൊരു പ്രസ്താവന പോലെ വേറൊരു വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യ ഇനി എന്തെങ്കിലും അവിവേകം കാണിച്ചു കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള, കഴിഞ്ഞ തവണ ഉണ്ടായതുള്ള അനുഭവം ആയിരിക്കത്തില്ല, ഇത് ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് ആണെന്നുള്ള വീണ്ടും ന്യൂക്ലിയർ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. അതായത് മുനീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി ഉണ്ടാകാൻ പോകുന്നത് മൈനറായിട്ടുള്ള പ്രത്യാഘാതമായിരിക്കത്തില്ല, ഗുരുതരമായ പ്രത്യാഘാതം ഇന്ത്യക്ക് നേടേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഈ മുനീർ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇതേപോലെ ഭീഷണി ഉയർത്തി ഏതാനും ദിവസങ്ങൾക്കകമാണ് പഹൽഗാം സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് അതുപോലും ഇന്ത്യക്ക് വളരെ വാച്ച്ഫുള്ളാവേണ്ട ഒരു അവസ്ഥയാണ്. മുനീറിന്റെ ഈ പ്രസ്താവന മറ്റൊരു പ്രകോപനം സൃഷ്ടിച്ച് ഇന്ത്യയിലേക്ക് വന്നിട്ട് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം ആണെന്നൊരു സംശയമുണ്ട്. കാര്യം ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുക, അല്ലെങ്കിൽ യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ആഭ്യന്തരമായിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ പോരാടുന്നു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പാകിസ്ഥാൻ സർക്കാർ ചെയ്യുന്നൊരു പ്രക്രിയയാണ്, വിശേഷം പട്ടാളമൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള തന്ത്രമാണോ എന്ന് പോലും നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനിലെ സംഭവ വികാസങ്ങൾ വളരെയധികം ജാഗ്രതയോടെ, ഇപ്പം അത് മാത്രമല്ല, ഇപ്പം മുനീർ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അടിക്കാൻ പോകുന്നത് ബാംഗ്ലൂരും കൊച്ചിയുടെ പേര് പറഞ്ഞില്ല, ഇതേപോലെ എക്കണോമിക് സെന്റേഴ്സിനെ ആയിരിക്കും ഞങ്ങൾ ഇനി ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്, വ്യാവസായിക നഗരങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൊച്ചി പോലും ഈ പറഞ്ഞതുപോലെ അതുപോലും ഇയാളുടെ ഒരു ഭീഷണിക്കകത്തുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പാകിസ്ഥാനിലുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളും മുഴുവൻ യഥാർത്ഥത്തിൽ ഇപ്പം നമുക്ക് ഇന്ത്യക്കും വളരെയധികം ജാഗ്രതയോടെ നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നലത്തെ മുനീറിന്റെ ആ ഒരു പ്രകോപനം, അതായത് വളരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പ്രഭാഷണം പോലെയല്ല ഇദ്ദേഹത്തിന്റെ, ഇപ്രാവശ്യം തീവ്രമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിരട്ടിയിരിക്കുകയാണ് മുനീർ ഇന്ത്യൻ പട്ടാളത്തെയും ഇന്ത്യൻ സർക്കാരിനെ. അത് പാകിസ്ഥാനിലെ മിലിറ്ററി അക്കാദമി നടത്തിയ ഒരു പരിപാടിയിലാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ വിസ്തൃതിയിൽ നിങ്ങൾ അഹംഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചടി സങ്കല്പിക്കാൻ പറ്റില്ല. മാത്രമല്ല ഞങ്ങളുടെ പ്രഹരശേഷി, ഞങ്ങളുടെ പുതിയ ആയുധങ്ങളുടെയൊക്കെ ഒരു വിന്യാസം അത് നിങ്ങൾ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തേക്കാണെന്നാണ് അസിം മുനീർ പറയുന്നത്. പക്ഷേ ഇതിന് ശേഷമാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് ലക്നൌവിൽ ബ്രഹ്മോസ് മിസൈലിന്റെ പുതിയ ബാച്ചിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്തത്. അന്നേരം പറഞ്ഞത് ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞത്. അപ്പം വീണ്ടും ഈ മുനീർ പ്രകോപനം സൃഷ്ടിക്കുന്നത് ന്യൂക്ലിയർ എടുത്ത് ഉപയോഗിക്കുന്നത്, ഇവിടെ ന്യൂക്ലിയർ എടുത്ത് ഉപയോഗിക്കുന്നത് അറ്റ കൈ പ്രയോഗിക്കാതെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ, പാകിസ്ഥാനിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായ മുത്താക്കി, അത് അമീർ ഖാൻ മുത്താക്കി ഇവിടെ വന്നു. ഇതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അപ്പം മുത്താക്കി ഇവിടെ വന്നപ്പോൾ ചോദിച്ചൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തന്ന് സഹായിക്കുന്നു. അപ്പോൾ S-400 അല്ലാതെ ആകാശ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം നമ്മൾ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചതും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാൻ അവിടെ നടത്തുന്ന എല്ലാ ആക്രമണവും വ്യോമാക്രമണമാണ്. കാരണം കരസേനയ്ക്ക് അവിടെ ആക്രമണം നടത്താൻ പറ്റത്തില്ല, താലിബാൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ വ്യോമാക്രമണം ഇനി നടത്തിയാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നമ്മളൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ്റെ ആ
ആക്രമണവും തകരില്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വീണ്ടും നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടൊരു യുദ്ധത്തിലേക്ക് അല്ലാതെ നമ്മുടെ ഈ മേഖല സംഘർഷഭരിതമാക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് പിന്നെ ഉരുത്തിരിഞ്ഞു വരുന്ന സാധനം അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഈ മുനീറിൻ്റെ വിരട്ടലിൻ്റെ പിന്നിൽ അമേരിക്കയുമായിട്ടുള്ള ചങ്ങാത്തവും, അമേരിക്ക പാകിസ്ഥാനിലേക്ക് ബലൂചിസ്ഥാനിലേക്ക് മറ്റേ മൈനിങ്ങിനൊക്കെ വരുന്നു, കരാർ വരുന്നു. അതുപോലെ ബാഗ്രാം എയർപോർട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിന് വേണ്ടിയിട്ട് ബാഗ്രാം, അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസ്, അമേരിക്കയുടെ പഴയ എയർബേസ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അഫ്ഗാനിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്ന അമേരിക്കയുടെ ഈ ഒരു ഇൻട്രസ്റ്റും ഈ സൗത്ത് ഏഷ്യയിൽ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ ഈ ഒരു ഏരിയയിൽ ഈ അമേരിക്കയുടെ ഒരു താല്പര്യത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടിയാണ്. ഈ മുനീറിൻ്റെ ഈ വിരട്ടലിനകത്തുള്ള അതാണ് കാര്യം. ഇനി ഇന്ത്യ സൂക്ഷിച്ചോ, എൻ്റെ പിന്നിൽ അമേരിക്കയാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ആ വിരട്ടിൻ്റെ സാധനം. അപ്പോൾ അത് ഇന്ത്യയും സത്യം പറയാൻ നമ്മുടെയും ഈ വളരെയധികം ജാഗ്രതയോടെ ഓരോ മൂവ്മെൻറ്റ്സും നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ അഫ്ഗാൻ്റെ വിദേശകാര്യ മന്ത്രി വന്നതിൻ്റെ ഒരു പ്രത്യാഘാതം കൂടിയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ അടി തുടങ്ങുന്നത്. അപ്പോൾ ഇത്തരം നമ്മുടെ ഈ ഒരു പ്രദേശം ഈ പറഞ്ഞ സംഘർഷപൂരിതമാക്കിയിട്ട് ഇപ്പോൾ ട്രംപിന് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം യുദ്ധം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ഇല്ലാണ്ടാക്കും. എന്തായാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കണം അർത്ഥം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.